നമസ്തേ. ഇന്ന് നമ്മൾ വിശാരദ ഉത്തരാർദ്ധത്തിലുള്ള രണ്ടാമത്തെ പേപ്പറിലെ പ്രാചീൻ ഭാരത് കെ ഇതിഹാസ് കെ സ്രോത് എന്നുള്ളതിനെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. അതിൽ 15 പാഠമാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 8 പാഠമാണ് ഈ വരുന്ന ഒക്ടോബറിലെ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത്. ഇതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ വിസ്തൃത് ഉത്തർ ലിഖിജിയെ എന്നുള്ളതും ടിപ്പണി ലിഖിയെ എന്നുള്ളതുമാണ് വരിക. അതിൽ ആദ്യത്തേത് വിസ്തൃത് ഉത്തർ ദീജിയെ. ഇതിഹാസ് ലേഖൻ में प्रयुक्त होने वाले साधनों पर एक लेख लिखिए. ഇതിഹാസ് ലേഖനത്തിൽ പ്രയുക്തമാകുന്ന വസ്തുക്കളെക്കുറിച്ച് ലേഖനം എഴുതുക. ഇതിഹാസ് ലേഖൻ में 4 साधन प्रमुख है. ചരിത്ര ലേഖനത്തിന് 4 പ്രധാന വസ്തുക്കളാണ് അത്യാവശ്യമായുള്ളത്. പ്രമുഖമായിട്ടുള്ളത് ഇതെല്ലാമാണ്. വേഹേ അവ ഇതെല്ലാമാണ്. സാഹിത്യ और പരമ്പര, ഐതിഹാസിക് ഗ്രന്ഥ്, പുരാതത്വ, വിദേശി ലേഖക് और യാത്രി. ഇത് 4 എണ്ണമാണ് അതിലുള്ളത്. അതിൽ ആദ്യത്തേത് സാഹിത്യ और പരമ്പര. സാഹിത്യ और പരമ്പര के 3 प्रमुख भाग है. സാഹിത്യ और പരമ്പരയ്ക്ക് 3 ഭാഗങ്ങളാണ് ഉള്ളത്. ബ്രാഹ്മൺ ഗ്രന്ഥ്, ബൗദ്ധ സാഹിത്യ, ജൈന സാഹിത്യ. ഇപ്രകാരം 3 എണ്ണമാണ് അതിൽ വരുന്നത്. അതിൽ ആദ്യത്തേത് ബ്രാഹ്മൺ ഗ്രന്ഥ് എന്നുള്ളതാണ്. ബ്രാഹ്മൺ ഗ്രന്ഥ് എന്താണെന്ന് നോക്കാം. ഭാരതീയ പരമ്പരാമേം വേദോം കാ പ്രമുഖ സ്ഥാൻ ഹെ. ഭാരതീയ പരമ്പരയിൽ വേദങ്ങൾക്ക് പ്രമുഖമായ സ്ഥാനമാണ് ഉള്ളത്. ചാരോം വേദോമേം ജീനെ കാ മാർഗ് ദിക്കായ ഗയാ ഹെ. 4 വേദങ്ങളിലൂടെ ജീവിക്കാനുള്ള വഴിയാണ് കാട്ടിത്തരുന്നത്. इसमें ഭാരതീയ ജീവൻ के വിവിധ അംഗോं का പരിചയ സ്പഷ്ട രൂപ से मिलता है. ഇതിൽ ഭാരതീയ ജീവിതത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ചിട്ടുള്ള പരിചയം സ്പഷ്ടമായ രീതിയിൽ മനസ്സിലാക്കി കിട്ടുന്നു. ഉപനിഷത്തോമേ ബി ജീവൻ, ഉപനിഷത്തുകളിലൂടെയുള്ള ജീവിതം. സാഹിത്യ തഥാ പരമ്പരാസെ സംബന്ധിത് അനേക വിഷയ ജാനേക്ക് ഇസ്കോ മിൽത്തേ ഹെ. സാഹിത്യത്തിൻ്റെ പരമ്പരയിൽ സംബന്ധിച്ച വളരെയധികം വിഷയങ്ങളെക്കുറിച്ച് അറിയുവാനായി കഴിയുന്നു. इनमें तत्कालीन सामाजिक तथा राजनैतिक जीवन की भी जानकारी मिलती है. ഇത് തത്കാലികവും സാമൂഹികവുമായിട്ടുള്ളതും ഭരണപരമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടുള്ള അറിവ് നമ്മൾക്ക് അതിൽ നിന്നും ലഭിക്കുന്നു. രണ്ടാമത്തേത് ബൗദ്ധ സാഹിത്യമാണ്. ബൗദ്ധ സാഹിത്യ ഭഗവാൻ ബുദ്ധ കെ പൂർവജന്മയ്ക്ക് കഥായം സെ ഭരാ ഹെ. ബൗദ്ധ സാഹിത്യത്തിൽ ഭഗവാൻ ബുദ്ധൻ്റെ പൂർവജന്മത്തിൻ്റെ കഥകളാണ് അതിൽ നിറഞ്ഞിരിക്കുന്നത്. കാൽപ്പനിക് കഥായും ഹെ. കുറച്ചെല്ലാം സാങ്കല്പിക കഥകളാണ്. ത്രിപിടകോമേ ഭഗവാൻ ബുദ്ധക്കെ വചൻ തഥാ സിദ്ധാന്ത് സംഗ്രഹിത് ഹെ. ത്രിപിടക എന്നുള്ളതിൽ ഭഗവാൻ ബുദ്ധൻ്റെ വാക്കുകളും സിദ്ധാന്തങ്ങളും അടങ്ങിയിരിക്കുന്നു. ഇൻമേം രാജനീതി, ധർമ്മ, സമാജ് ആദി സെ സംബന്ധിത അനേക വിഷയ വർണ്ണിത് ഹെ. ഇതിൽ ഭരണപരമായിട്ടുള്ളതും മതപരമായിട്ടുള്ളതും സാമൂഹികമായിട്ടുള്ള വളരെയധികം കാര്യങ്ങൾ അതിൽ വിഷയത്തെക്കുറിച്ച് വർണ്ണിക്കുന്നു. ജൈന സാഹിത്യ. ഭാരതീയ इतिहास को सही रूप से लेने में जैन साहित्य का स्थान महत्वपूर्ण है. ഭാരതീയ ചരിത്രത്തിൽ ശരിയായ രൂപത്തിൽ നേടിയെടുക്കുന്നതിന് ജൈന സാഹിത്യത്തിന് വളരെ വലിയ മഹത്വപൂർണ്ണമായ സ്ഥാനമാണ് ഉള്ളത്. പരിശിഷ്ട പർവൻ, ഭദ്രബാഹുചരിത്, ബൃഹത് കൽപ്പന സൂത്ര, ഭാഷ്യ, കഥാകോश, ഭഗവതി സൂത്ര ആദി ഗ്രന്ഥോം സെ ഭാരതീയ സംസ്കൃതി തഥാ ഇതിഹാസ് കാ പരിചയം മിൽത്താ ഹെ. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം തന്നെ ഭാരതീയ സംസ്കാരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ച് നമ്മൾക്ക് അറിയുവാനായി കഴിയുന്നു. ഐതിഹാസിക് ഗ്രന്ഥ. ചരിത്രപരമായ ഗ്രന്ഥങ്ങൾ. ഐതിഹാസിക് ഗ്രന്ഥോമ്യം ലേഖൻ കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹെ. ചരിത്രപരമായ ഗ്രന്ഥങ്ങളിൽ ലേഖനത്തിനുള്ള സ്ഥാനം മഹത്വപൂർണ്ണമാണ്. കൽഹൺ രചിത് രാജതരംഗിണി, ബാണഭട്ട് രചിത് ഹർഷചരിത്ര, ഹേമചന്ദ്ര കാ ദ്വയാശ്രം ആദി പ്രമുഖ ഗ്രന്ഥ ഹെ. ഇതിൽ പ്രമുഖമായ ഗ്രന്ഥങ്ങളാണ് ഇവയെല്ലാം. തമിഴ് സാഹിത്യമേ നന്ദി, കലംബകം, കുലോത്തുംഗ്, പിള്ളൈ തമിഴ്, കലിക, തുപ്പരണി ആദി പ്രമുഖ ഗ്രന്ഥ ഹെ. ഇതെല്ലാമാണ് തമിഴ് സാഹിത്യത്തിലെ പ്രധാന ഗ്രന്ഥങ്ങൾ. മൂന്നാമത്തേത് പുരാതത്വ എന്നുള്ളതാണ്. ആർക്കിയോളജി. ഐതിഹാസിക് ലേഖന്മേം പുരാതത്വ കാ കോജ് പ്രമുഖ സ്ഥാൻ ഹെ. ചരിത്രപരമായ ലേഖനത്തിൽ പുരാതത്വത്തിന് വളരെയധികം പ്രമുഖമായ സ്ഥാനമാണ് ഉള്ളത്. ഉത്ഖനൻ സെ നിക്കലി സാമഗ്രി. കുഴിച്ചെടുത്തതിൽ നിന്നും ലഭിച്ചിരിക്കുന്ന വസ്തുക്കളും ശിലാലേഖനങ്ങളും മുദ്രകളും കോയിൻ, വീടുകൾ, മൂർത്തികൾ മുതലായവ ഇതിനകത്ത് വരുന്നു. പുരാതത്വജ്ഞാൻ ബഹുത്ത് കുച്ച് ഹമേ സിക്കാ ദേത്തേ ഹെ. പുരാതത്വജ്ഞാനം നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നു. വിദേശി ലേഖക് ഔർ യാത്രി. വിദേശി ലേഖകരും
यात्राकारों विदेशी यात्रियों के लेख से इतिहास से संबंधित अनेक विवरण हमें प्राप्त होता है. വളരെയധികം വിവരണങ്ങൾ നമ്മൾക്ക് ഇതിൽ നിന്നും ലഭിക്കുന്നു. विदेशी लेखक अरबी फारसी तथा यूनानी यात्रियों से हमें बहुत सारे समाचार मिलते हैं. വിദേശി ലേഖകന്മാർ അറബി ഫാർസി യൂനാനി യാത്രക്കാരിൽ നിന്നെല്ലാം വളരെയധികം വാർത്തകൾ നമ്മൾക്ക് ലഭിക്കുന്നു. ഫാഹിയാൻ, സുങ്യുൻ, हुआन सांग, इत्सिंग आदि चीनी यात्री भारत के बारे में बहुत कुछ लिखा गया है. ഫാഹിയാൻ, യുക്സിൻ, ഹുവാൻ സാങ്, ഇത്സിംഗ് തുടങ്ങിയ ചൈന യാത്രക്കാർ ഭാരതത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുണ്ട്. സുലൈമാൻ, ഹസൽ നിജാമി, അൽ ബെർനി ആദി അറബി തത്കാലീൻ സമയ തഥാ രീതി റിവാസ് കെ ബാരെ മേ ലിഖർ ഗയേ ഹെ. കൂടാതെ സുലൈമാൻ, ഹസൽ നിജാമി, അൽ ബെർനി മുതലായ അറബിയിലെ താത്കാലിക സമൂഹത്തെക്കുറിച്ചും ആചാരങ്ങളെക്കുറിച്ചും ധാരാളം എഴുതുകയും ചെയ്തിട്ടുണ്ട്. इतिहास लेखन में अनेक प्रकार के साधनों के उपलब्ध होने पर भी हमें इन सामग्रियों का उपयोग सोच समझकर करना चाहिए. ഇതിഹാസ ലേഖനത്തിൽ വളരെയധികം സാധനങ്ങൾ ഉപലബ്ധമാകുന്നതോടൊപ്പം തന്നെ ഈ വസ്തുക്കളുടെ എല്ലാം ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുകയും ചെയ്യുന്നു. ഉൻകി വിശ്വസനീയത പർ ജരൂർ വിചാർ കർണ ചാഹിയെ. അതിൻ്റെ ആ വിശ്വസനീയതയെക്കുറിച്ച് നമ്മൾ തീർച്ചയായും ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇതിൽ നിന്നും വരുന്ന രണ്ടാമത്തെ ചോദ്യമാണ് ടിപ്പണിയാം ലിഖിയെ. അതിൽ ആദ്യത്തേത് ജൈന സാഹിത്യം. ഭാരത് കി വിശേഷത അനേകത മേ ഏകത ഹേ. ഭാരതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അനേകത്വത്തിൽ നിന്നും ഏകത്വം എന്നുള്ളതാണ്. യഹാം അനേക ധർമ്മ ഓർ ജാതി പായേ ജാത്തേ ഹേ. വളരെയധികം മതങ്ങളും ജാതികളും കാണാൻ കഴിയുന്നു. ഭാരത് കെ പ്രമുഖ ധർമ്മമേ ജൈൻ ധർമ്മ കാ സ്ഥാൻ കാഫി ആദരണീയ ഹേ. ഭാരതത്തിൽ പ്രമുഖമായ മതങ്ങളിൽ ജൈന മതത്തിൻ്റെ സ്ഥാനം വളരെയധികം ആദരണീയമാണ്. ഭാരതീയ സംസ്കൃതിമേ ജൈനോം കാ പ്രഭാവ് പായ ജാത്താ ഹെ. ഭാരതീയ സംസ്കാരത്തിൽ ജൈനന്മാരുടെ ആ സ്വാധീനം കാണാനായി കഴിയുന്നു. ഭാരതീയ വിചാർധാര കോ പ്രബൽ ബനാനേമേ ഇസ്കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹെ. ഭാരതീയ ചിന്താഗതിയിൽ അതിനെ വളരെയധികം നല്ലതാക്കുന്നതിൽ ഇതിന് വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത്. അഹിംസ और रास्ते पर जोर डालने वाले ये साहित्य सदा वंदनीय है. അഹിംസയിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതോടൊപ്പം തന്നെ ഈ സാഹിത്യം എന്നും വളരെയധികം മറ്റുള്ളവർ ആദരിക്കുന്നതാണ്. ഭാരതീയ ഇതിഹാസ് ഹോ സഹി രൂപ് സെ ജാൻ ലേനെ മേ ജൈൻ സാഹിത്യ കാ സ്ഥാൻ മഹത്വപൂർണ്ണ ഹെ. ഭാരതീയ ചരിത്രത്തെ ശരിയായ രീതിയിൽ തിരിച്ചറിയുന്നതിന് ജൈൻ സാഹിത്യത്തിൻ്റെ സ്ഥാനം വളരെയധികം വലുതാണ്. പരിശിഷ്ട പർവൻ, ഭദ്ര ബഹുചരിത്, ബൃഹത് കൽപ്പനാസൂത്ര, ഭാഷ്യ, കഥാകോഷ്, ഭഗവത് സൂത്ര, खनिका पुराण आदि ग्रंथों में भारत संस्कृति तथा इतिहास का परिचय मिलता है. ഈ ഇതിൽ എല്ലാം തന്നെ ഭാരതീയ ഗ്രന്ഥങ്ങളുടെ സംസ്കാരത്തെക്കുറിച്ചുള്ള ചരിത്രത്തെ അറിയുവാനായി കഴിയുന്നു. प्रथम शताब्दी से आज तक जैन साहित्य के विभिन्न पक्ष देखने को मिलता है. ആദ്യത്തെ നൂറ്റാണ്ടിൽ തന്നെ ഇന്ന് വരേക്കും ജൈൻ സാഹിത്യത്തിൻ്റെ വിഭിന്ന മേഖലകളെക്കുറിച്ച് നമ്മൾക്ക് അറിയാനായി കഴിയുന്നു. ശാന്തി और अहिंसा के साथ मानव मन में सद्गुण जगाने में इन സാഹിത്യം കാ സ്ഥാൻ ആദരണീയ ഹെ. ശാന്തിയും അഹിംസയോടൊപ്പം തന്നെ മനുഷ്യ മനസ്സുകളിൽ നല്ല ഗുണങ്ങൾ നിറയ്ക്കുന്നതിന് ഈ സാഹിത്യത്തിന് വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത്. ഭാരത് കെ സാമാജിക്, രാജനീതിക് തഥാ സാംസ്കൃതിക് അവസ്ഥ കാ പരിചയ് ഇൻ സാഹിത്യമേ മിൽത്താ ഹെ. ഇതിൽ ഭാരതത്തിലെ സാമൂഹികവും ഭരണപരവും സാംസ്കൃതികവുമായിട്ടുള്ള എല്ലാ അവസ്ഥയെക്കുറിച്ച് ഈ സാഹിത്യത്തിൽ നിന്ന് നമുക്ക് പരിചയം ലഭിക്കുന്നു. ഉത്കീർണ ലേഖ്. ഭാരതീയ ഇതിഹാസ് ലേഖൻ മേ പുരാതത്വ കാ മഹത്വപൂർണ്ണ സ്ഥാൻ ഹെ. ഭാരതീയ ചരിത്ര ലേഖനങ്ങളിൽ പുരാതത്വത്തിന് വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത്. ഇൻമേ പ്രാപ്ത സാമഗ്രിയും സെ ഇതിഹാസ് ലേഖൻ സഫൽ ബൻതാ ഹെ. ഇതിൽ നിന്നും ലഭിക്കുന്ന വസ്തുക്കളിലൂടെ ഇതിഹാസ ലേഖനത്തിന് വളരെയധികം നല്ലതാവുന്നു. अपने प्राचीन भारत के इतिहास को जानने और समझने में उत्कीर्ण लेख आता है. പ്രാചീന ഭാരതത്തിലെ ചരിത്രത്തെക്കുറിച്ച് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും ആ ലേഖനങ്ങൾ വളരെയധികം നല്ല രീതിയിൽ അറിയാൻ കഴിയുന്നു. ഗുഹാലേഖ്, ശിലാലേഖ്, സ്തംഭലേഖ്, താമ്രപത്ര ആദി ഉത്കീർണ ലേഖ് ഹെ.
ഗുഹാലേഖനങ്ങളും ശിലാലേഖനങ്ങളും സ്തംഭലേഖനങ്ങളും താമ്രപത്രങ്ങളിൽ ഇലകളിൽ എഴുതിയിരിക്കുന്നതും ഈ ലേഖനത്തിൽ പെടുന്നു. ഇൻമേ ഹമേം ശാസൻ, പ്രശസ്തി, ദാൻപത്ര, സ്മരൺപത്ര, സ്മാരക് ആദി കി ജാൻകാരി മിൽത്തി ഹെ. ഇതിൽ നിന്ന് നമ്മൾക്ക് ഭരണമായിട്ടുള്ളതും അവരെ പ്രശസ്തിയും ദാനപത്രങ്ങളും സ്മരണപത്രങ്ങളും ഓർമ്മക്കുറിപ്പുകൾ, സ്മാരകങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം അറിയുവാനായി കഴിയുന്നു. ഇൻ ലേഖോം സെ ഹമേം തത്കാലീൻ സമാജ് ജീവൻ ശാസക്. ഈ ലേഖനങ്ങളിൽ നമ്മൾക്ക് താത്കാലികമായ സമാജത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഭരണത്തിൻ്റെയും शासक के गुण, जनता का जीवन, सामाजिक, आर्थिक, धार्मिक स्थिति का परिचय मिलता है. ആ ഒരു ഭരണാധികാരിയുടെ ഗുണവും ജനങ്ങളുടെ ജീവിതവും സാമൂഹികവും ഭരണപരവും ധാർമ്മികവുമായ സ്ഥിതിയെക്കുറിച്ച് നമ്മൾക്ക് അറിയുവാനായി കഴിയുന്നു. സിക്കെ തഥാ മുദ്രാവും സെ രാജ തഥാ ഉസ്കെ വംശ കാ പരിചയ മിൽത്താ ഹെ. കോയിനുകളും മുദ്രകളും രാജാവിൻ്റെയും അവരുടെ വംശത്തെക്കുറിച്ച് അറിയുവാനായി കഴിയുന്നു. സ്മാരക് ഭവൻ ഐതിഹാസിക് ഘടനാവും കാ സ്മരൺ ദിലാത്താ ഹെ. ആ സ്മാരക ഭവനങ്ങളെല്ലാം തന്നെ ചരിത്രപരമായ സംഭവങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഈ വാസ്തുകല തഥാ മൂർത്തികല പർ പ്രകാശ് ഡാൽത്തേ ഹെ. മൂർത്തികലയെയും വാസ്തുകലയെയും ഇതിനെ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. താമ്രപത്ര തഥാ ദാൻപത്ര സെ ഉൻ സമയക്ക് ഭൗഗോളിക് സ്ഥിതി കാ ഭി പരിചയം മിൽത്താ ഹെ. താമ്രപത്രത്തിൽ നിന്നും ദാനപത്രത്തിൽ നിന്നും ആ സമയത്തുള്ള ഭൂമിശാസ്ത്രപരമായ അവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നു. इन साधनों से हमें प्राचीन भारत का इतिहास समझ में आता है. പ്രാചീൻ ഭാരതത്തിൻ്റെ ആ ചരിത്രം നമ്മൾക്ക് അറിയുവാനായി കഴിയുന്നു. ഇതിഹാസ് ലേഖനമേ ഈ മഹത്വപൂർണ്ണ സ്ഥാൻ പാത്തേ ഹെ. ഇതിഹാസ് ലേഖനത്തിൽ ഇതിന് വളരെ വലിയൊരു സ്ഥാനമാണ് നമ്മൾക്ക് നേടിയെടുക്കാനായി കഴിയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതിനടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.